നമ്മുടെ ഈ ആദ്യത്തെ സിനിമകൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു കരിയർ എന്താണ്, നമ്മൾ ഏത് തരത്തിലുള്ള സിനിമകൾ ചെയ്യാനുള്ള എന്താണ് ഒരു പ്രാപ്തിയുള്ള ആളാണെന്ന് നമ്മൾ കൂടെ തിരിച്ചറിയുന്നത് 2-3 സിനിമകൾ ചെയ്ത് കഴിയുമ്പോഴാണ്. നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ ആദ്യം ഉപയോഗിക്കുകയാണ്. ഞാനൊരു കോമഡി സിനിമകൾ ചെയ്യാൻ ഒരുങ്ങി വന്ന ആളെന്നല്ല, പക്ഷെ ആദ്യത്തെ സിനിമ അങ്ങനെ സംഭവിച്ചു. ഒരു സോഷ്യൽ സറ്റയർ എന്ന് പറയുന്ന രീതിയിലുള്ള സിനിമയാണ് സംഭവിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ സിനിമ ഒരവസരം കിട്ടുക എന്നുള്ള, ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം നമുക്കൊരു സർവൈവലിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ആദ്യ സിനിമ ചെയ്യുന്നതിന് വരെ നമ്മളെ തമ്മിലുള്ള നമുക്ക് വലിയ ഭാരങ്ങളില്ല. ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ നമ്മൾ തയ്യാറായിരുന്നു. പക്ഷെ ആ അവസരം വന്നു കഴിയുമ്പോൾ പിന്നെ ഇത് തുടർന്ന് ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്നുള്ളൊരു ബാധ്യതയുണ്ട്. അത് അങ്ങനെ ഒരു അവസരം മുന്നിലേക്ക് വരാതിരുന്നപ്പോൾ പെട്ടെന്ന് വന്ന ഒരു അവസരമാണ് ഈ ചേക്കേറാനില്ല എന്ന് പറയുന്ന പേരിൽ വന്ന സിനിമയിലേക്കുള്ള ഒരു അവസരം. അപ്പോൾ ആ അവസരത്തെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളിവിടെ സർവൈവ് ചെയ്യുക എന്നുള്ളൊരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ രണ്ടാമത്തെ സിനിമ അത് ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. അതിൻ്റെ കഥയോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരങ്ങളോ ഒന്നുമല്ല നമ്മളെ ആ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. രണ്ടാമതായി നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ മുന്നോട്ട് നമുക്ക് സഞ്ചരിക്കാൻ കിട്ടുന്നൊരു സാധ്യതയെ ഉപയോഗപ്പെടുത്തിയതാണ്. മെയിൻ സെന്റേഴ്സിനേക്കാൾ കൂടുതൽ അത് വിജയമായി തീർന്നത് അന്നത്തെ കാലത്ത് എ സെന്റേഴ്സ്, ബി സെന്റേഴ്സ് എന്നൊക്കെ പറയുന്നൊരു കാറ്റഗറൈസേഷൻ ഉണ്ടായിരുന്നു. എ സെന്റേഴ്സിൽ അത് വലിയ വിജയമായില്ലെങ്കിലും ബി സെന്റേഴ്സിൽ അത് ഭയങ്കര ഹിറ്റായി മാറിയ സിനിമ. കോമഡി ജോണറിലുള്ള സിനിമ തന്നെയായിരുന്നു. അതെ. അത് കഴിഞ്ഞിട്ട് ആണ് വീണ്ടും ദൂരെ കൂടുകൂട്ടാൻ വരുമ്പോഴേക്കും അതും എൻ്റെ മുമ്പിലേക്ക് ആ കഥ എത്തുകയായിരുന്നു. ശ്രീനി ഇങ്ങനെ ഒരു കഥ എൻ്റെ അടുത്ത് പറയുകയും അത് ലാലിൻ്റെ അടുത്ത് ശ്രീനി തന്നെ ഷെയർ ചെയ്യുകയും ലാലിന് അത് ഇഷ്ടപ്പെടുകയും ആരാണ് ചെയ്യുന്നത്, മോഹൻലാലുമായിട്ടുള്ള ആദ്യത്തെ അസോസിയേഷൻ. അതെ. അതിനു മുമ്പ് നവോദയയിലുള്ള ബന്ധങ്ങളുണ്ട്. അതെ. അങ്ങനെ ഈ ദൂരെ ഒരു കൂടുകൂട്ടം എന്ന് പറയുന്ന സിനിമയും അങ്ങനെ ഒരു അവസരമായിട്ട് എൻ്റെ മുമ്പിലേക്ക് എത്തുകയും അതെല്ലാം പിന്നെ വന്ന് ഒന്ന് ലാല് അത് ചെയ്യാൻ താല്പര്യം കാണിക്കുകയും ഞാനാണത് ചെയ്യുന്നത്. ഇപ്പോൾ ലാലിനും അത് താല്പര്യം വന്നു. ആ സമയത്ത് തന്നെയാണ് അരോമയ്ക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യാനായിട്ട് ലാൽ അവർക്ക് ഒരു ഡേറ്റ് കൊടുത്തിരുന്നു. ആ ഡേറ്റ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നിട്ട് ഒരു പ്രോജക്റ്റായിട്ട് മാറുകയായിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ദേശീയ അവാർഡ് വരുന്നത്. അങ്ങനെ പിന്നെയും ഈ അടുത്ത സിനിമ പോലും നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് അത് ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമേ അപ്പോഴും നമ്മളുടെ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സർവൈവലിൻ്റെ ഇഷ്യൂ ആണ്. ഇവിടെ നിലനിൽത്ത് പോകുക എന്നുള്ളതായിരുന്നു. ആ അവസരം വന്നതും അന്ന് മലയാളത്തിലെ വലിയ ഹിറ്റുകൾ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് സാഗ ഫിലിംസ് എന്ന് പറയുന്നത്. അവര് മമ്മൂട്ടിയെ വെച്ചിട്ടൊക്കെ വലിയ ഹിറ്റുകൾ, ചക്കരയുമ്മ എന്ന് പറയുന്ന സിനിമയും അങ്ങനെയൊക്കെയുള്ള ഒരു ഹിറ്റ് സിനിമകൾ ചെയ്തു വന്ന രക്തം ജോഷ് സാറിനെ വെച്ചിട്ട് അങ്ങനെ ചെയ്ത് ഇൻഡസ്ട്രിയിൽ അന്ന് വലിയ വിജയ ചിത്രങ്ങൾ ചെയ്യുന്നൊരു ബാനറായിരുന്നു സാഗ ഫിലിംസ്. അപ്പൊ അവരും ഇങ്ങോട്ടൊരു എന്നെ അന്വേഷിച്ചെത്തുന്നു എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് നമ്മളെ ഒരു ഇൻഡസ്ട്രി നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങി എന്നുള്ളത് നമ്മൾ മനസ്സിലാവുന്നത്.